ഇന്ത്യ സർവീസ് മുടങ്ങിയതോടെ ജീവിത പങ്കാളിയെ അവസാനമായി ഒരു നോക്ക് കാണാനാകാതെ തിരുവനന്തപുരം സ്വദേശി അമൃത. ഹൃദയാഘാതത്തെ തുടർന്ന് ഭർത്താവ് നമ്പി രാജേഷ് ചികിത്സയിലിരിക്കെ മസ്കറ്റിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും ക്യാബിൻ ക്രൂ സമരം കാരണം പോകാൻ സാധിച്ചിരുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അനാസ്ഥയ്ക്കെതിരെ പരാതി നൽകാനൊരുങ്ങുകയാണ് അമൃതയുടെ കുടുംബം. ചികിത്സയിൽ കഴിയുന്ന ജീവിത പങ്കാളിയെ കാണാനായിരുന്നു അമൃത മസ്കറ്റിലേക്ക് യാത്ര തിരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് എടുത്തു. യാത്രയിൽ അമ്മയെയും ഒപ്പം കൂട്ടി. അങ്ങനെ യാത്ര പോകേണ്ട ദിവസം എയർപോർട്ടിലെത്തിയപ്പോഴായിരുന്നു മുന്നറിയിപ്പുകളില്ലാതെ എയർ ഇന്ത്യ റദ്ദാക്കിയ വിവരം അറിയുന്നത്. ഞങ്ങൾ മസ്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ്, ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. രാവിലെ ഒരു 5:30 ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ. ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും തന്നിട്ടില്ല. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. പങ്കാളി ഇന്നലെ രാത്രി ഉറ്റവരെ കാണാതെ മരണത്തിന് കീഴടങ്ങി. രാവിലെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ വൈകുന്നേരമായി. റൂമിൽ കിടക്കുകയായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് പറയുന്നു. ഉറക്കത്തിൽ 8-ാം തീയതി 9-ാം തീയതി 2 ദിവസം ക്യാൻസൽ. വേറെ ഒരു ഫ്ലൈറ്റും ഇല്ലായിരുന്നു, കണക്ഷൻ ഫ്ലൈറ്റ് പോലും ഇല്ലായിരുന്നു. മസ്കറ്റിൽ IT മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്ന നമ്പി രാജേഷിനെ തളർന്നു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പ്രിയപ്പെട്ടവളെ അവസാനമായൊന്നു കാണാൻ അവസരം കിട്ടാതെ അദ്ദേഹം യാത്രയായി. എയർ ഇന്ത്യക്കെതിരെ പരാതി നൽകാനാണ് അമൃതയുടെ കുടുംബത്തിന്റെ തീരുമാനം. അവർ ഒരു കാരണം കാണിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ചെന്ന് കണ്ടിരുന്നെങ്കിൽ, ജീവിതെങ്കിലും കൂടെ ഒറ്റപ്പെട്ടു പോയില്ല, കൂടെ ആളുണ്ടെന്നുള്ള തോന്നലെങ്കിൽ അവരുണ്ടായിപ്പോയത്. എയർ ഇന്ത്യക്കാരുടെ സമാധാനം പറഞ്ഞേ പറ്റൂ. അവരുടെ ഒറ്റ പ്രശ്നം കാരണമാണ് എൻ്റെ മോക്കൊരു ജീവിതം പോയി കിട്ടിയത്. പരാതിയുണ്ട്, പരാതി കൊടുക്കും ഞങ്ങൾ. ക്യാബിൻ ക്രൂ അംഗങ്ങൾ കൂട്ടവധിയെടുത്തതിനെ തുടർന്ന് നിരവധി എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളാണ് മുടങ്ങിയിരുന്നത്. പലരുടെയും ജീവിതങ്ങളും പ്രതീക്ഷകളുമാണ് ഇതോടെ അസ്തമിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.